നോമ്പ് തുറക്കണ നേരത്ത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാനത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഞാനതെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു കുഞ്ഞു സവാള ഞാൻ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഞാനത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തതുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിങ്ങനെ കൈ വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. കാരണം അത് കറക്റ്റായാൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ ഇരിക്കാനായിട്ട്. സ്പൂണിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് വീഴാൻ പാടില്ല. നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ മാതിരി വേണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഭയങ്കര ഈസി ആയിട്ട് ക്ഷീണമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടീസിന് പോലും നല്ല ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് അപ്പക്കാരം ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. കുറച്ചൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അപ്പക്കാരം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്, ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 പുഴുങ്ങിയ മുട്ടയാണ്. അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ചൊന്ന് കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മുട്ടനെ ഒരു 4-5 പീസ് ആക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മാവ് കവർ ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ചൂടിൽ വെക്കുക. അതിനുശേഷം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടുള്ളൂ. കാരണം കടലമാവല്ലേ, വെന്ത് കിട്ടാൻ കുറച്ചൊന്ന് സമയം വേണം. അപ്പോൾ ഞാനൊരു 4-5 എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉള്ളിൽ ഈ മുട്ടയുടെ പീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ബൈറ്റിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓരോ തവണ ഇങ്ങനെ കടിക്കുമ്പോൾ ആ മുട്ടയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ഉള്ളിയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കഴിക്കാൻ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരുപാട് പേര് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് കളർ ആവണ്ട, എന്നാലും കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ മതി. പിന്നെ നമ്മൾ മുട്ട എണ്ണയിലിടുന്ന സമയത്ത് നന്നായിട്ട് മാവ് കവറായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് മാവ് ലൂസാണെങ്കിൽ കവറായിട്ട് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ മുട്ട എണ്ണയിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്